നമസ്കാരം. ബിസിനസ് സ്റ്റഡീസിന്റെ അടുത്ത ചാപ്റ്റർ പ്ലാനിംഗ്, അതിന്റെ ആദ്യ ഭാഗങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വാട്ട് യു മീൻ ബൈ പ്ലാനിംഗ്? എന്താണ് ആസൂത്രണം? പ്ലാനിംഗ് ഈസ് ദ ബേസിക് ഫംഗ്ഷൻ ഓഫ് മാനേജ്മെന്റ്. It is the first function and it is the basic function of management. That means because all other functions of management like organizing, staffing, directing, controlling, coordinating, reporting, budgeting, etc. all functions are based on plans. So planning is considered as the basic function or it is the primary function of management. Then what do you mean by planning? Planning means thinking or deciding in advance or thinking before doing. ചെയ്യുന്നതിന് മുന്നോടിയായിട്ട്, ചെയ്യുന്നതിന് മുൻപ് ആലോചിക്കുന്നതിനെ കുറിച്ച് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ ആ ചിന്തിക്കുന്ന പ്രവൃത്തിയെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്ലാനിംഗ് എന്ന് പറയുന്നത്. അപ്പൊ പ്ലാനിംഗ് സിംപ്ലി മീൻസ് thinking before doing or thinking in advance. Or in other words, we can say planning means thinking in advance what to be done, when it is to be done, how it is to be done, and by whom it is to be done. Either what to be done, when it is to be done, how it is to be done, and by whom it should be done. അതായത് എന്ത് ചെയ്യണം, എപ്പോൾ ചെയ്യണം, എങ്ങനെ ചെയ്യണം, ആര് ചെയ്യണം എന്നീ കാര്യങ്ങൾ ചെയ്യുന്നതിന് മുൻകൂറായി നമ്മൾ ആലോചിച്ച് തിട്ടപ്പെടുത്തുകയാണെങ്കിൽ അത്തരത്തിലുള്ള പ്രവൃത്തിയെയാണ് എന്ത് പറയുന്നത്? പ്ലാനിംഗ് അല്ലെങ്കിൽ ആസൂത്രണം എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ആസൂത്രണം? Thinking before doing, what's to be done, when's to be done, how it is to be done, and by whom it should be done. It is the primary function of management because all other functions of management are based on this function. Then planning bridges the gap between where we are now and where we want to go. നമ്മൾ എവിടെയാണോ ഉള്ളത് അവിടുന്ന് നമുക്ക് എവിടേക്കാണോ പോകേണ്ടത്, ഈ രണ്ട് തലങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ഘടകമാണ് അല്ലെങ്കിൽ ഒരു ഫംഗ്ഷനാണ് എന്ത്? പ്ലാനിംഗ് എന്ന് പറയുന്നത്. ഇന്നത്തെ കാലഘട്ടത്തിൽ നിന്ന് അല്ലെങ്കിൽ ഇന്നത്തെ സാഹചര്യത്തിൽ നിന്ന് നമുക്ക് ഏത് സാഹചര്യത്തിലേക്കാണോ എത്തിച്ചേരേണ്ടത് ആ സാഹചര്യത്തിലേക്ക് എത്തിച്ചേരുന്നതിനുള്ള മാർഗങ്ങൾ, അതിനുള്ള വഴികൾ കാണിച്ചു തരുന്ന അല്ലെങ്കിൽ തയ്യാറാക്കപ്പെടുന്ന ഫംഗ്ഷനാണ് ഇത് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് പ്ലാനിംഗ് ബ്രിഡ്ജസ് ദ ഗ്യാപ് ബിറ്റ്വീൻ വേർ വി ആർ നൗ ആൻഡ് വേർ വി വാണ്ട്സ് ടു ഗോ. സോ പ്ലാനിംഗ് ഈസ് എൻ ഇമ്പോർട്ടന്റ് ഫംഗ്ഷൻ ഓഫ് മാനേജ്മെന്റ്. പ്ലാനിംഗ് എന്ന് പറയുന്നത് മാനേജ്മെന്റിന്റെ വളരെ പ്രധാനപ്പെട്ട ഫംഗ്ഷനാണ്. കാരണം ഇത് അടിസ്ഥാനപരമായിട്ടുള്ള അല്ലെങ്കിൽ ആദ്യത്തെ ഫംഗ്ഷനാണ്. മാത്രമല്ല ഈ ഫംഗ്ഷനെ ബേസ് ചെയ്തുകൊണ്ടാണ് മറ്റുള്ള എല്ലാ ഫംഗ്ഷൻസും സ്ഥാപനത്തില് നടക്കേണ്ടത് അല്ലെങ്കിൽ ചെയ്തു തീർക്കേണ്ടത്. അപ്പൊ പ്ലാനിംഗ് ഗോട്ട് ഗ്രേറ്റ് ഇമ്പോർട്ടൻസ് ഇൻ മാനേജ്മെന്റ് ആൻഡ് ബിസിനസ്. Then now we discuss what are the importance of planning. പ്ലാനിങ്ങിന്റെ പ്രാധാന്യം എന്താണ് എന്നുള്ളത്. The first important of planning is it provide direction. It provide direction. അതായത് ഇതൊരു മാർഗം നൽകുന്നു അല്ലെങ്കിൽ ഒരു മാർഗത്തെ നിർദ്ദേശിക്കുന്നു. Planning determine the effective course of action in advance. It helps workers to know what
way or in which way they have to work. Planning provide a better course of action in advance that helps the workers to get an idea about the way of action, in which way they have to work. That is, if there was no planning, the work in different way. That is, workers work their own lives. That is not sufficient for the attainment of objectives. അതായത് പ്ലാനിങ് കൃത്യമായ മാർഗം നിർദ്ദേശിക്കുകയാണ്. അതായത് ഒരു ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുന്നതിന് വേണ്ടിയിട്ട് പല രീതിയിലുള്ള മാർഗങ്ങൾ ഉണ്ടാവും. അതിൽ ഏത് മാർഗത്തിലൂടെയാണ് പ്രവർത്തിക്കേണ്ടത് എന്നുള്ള വ്യക്തത വരുത്തുന്നു ഇവിടെ പ്ലാനിങ്ങിലൂടെ. അങ്ങനെ വ്യക്തത വരുത്തുന്നതിലൂടെ വർക്കേഴ്സ് അവരുടെ പ്രവർത്തനങ്ങൾ ആ വഴിയിലൂടെ മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഒരു കൺഫ്യൂഷനും ഇല്ലാതെ പ്രവർത്തനങ്ങൾ ആ വഴിയിലൂടെ മുന്നോട്ട് നയിക്കപ്പെടുമ്പോൾ സ്ഥാപനത്തിന്റെ ലക്ഷ്യങ്ങൾ വളരെ എളുപ്പത്തിൽ നേടിയെടുക്കാൻ സാധിക്കുന്നു. അതായത് പ്ലാനിങ് മാർഗത്തെ കൃത്യമായി നിർവചിക്കുന്നു. അതാണ് ഇറ്റ് പ്രൊവൈഡ്സ് ഡയറക്ഷൻ എന്ന് പറയുന്നത്. ഒന്നാമത്തെ പ്രാധാന്യമാണ്. രണ്ടാമത്തെ പ്രാധാന്യം എന്ന് പറയുന്നത് ഇറ്റ് റെഡ്യൂസ് അൺസർട്ടനിറ്റി. ഇറ്റ് റെഡ്യൂസ് അൺസർട്ടനിറ്റി. അൺസർട്ടനിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അരക്ഷിതാവസ്ഥകളാണ്. ബിസിനസ് ഓർഗനൈസേഷൻസ് ഓൾവേസ് ഫേസ് നമ്പർ ഓഫ് അൺസർട്ടനിറ്റീസ് ഓർ അൺഎക്സ്പെക്ടഡ് സിറ്റുവേഷൻസ്. Planning enables the enterprises to predict future events and prepare to face unexpected events. That means the business organizations always face number of unexpected situations in the course of action. Here, the planning helps the organization to prepare for the future by forecasting the future unexpected events. That means planning provide clear picture about the future condition or unexpected situations. By knowing these unexpected events, business can make arrangement in their activities. That means planning helps the organization to reduce the effect of uncertain situations or uncertainties. ഒരു സ്ഥാപനത്തിന് പലതരത്തിലുള്ള അരക്ഷിതാവസ്ഥകളെ നേരിടേണ്ടി വരും. ഈ അരക്ഷിതാവസ്ഥകളെ മുൻകൂട്ടി കണ്ടുകൊണ്ട് ബിസിനസിന് അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ ആര് നൽകുന്നു? പ്ലാനിംഗ് നൽകുകയാണ്. അങ്ങനെയാണെങ്കിൽ ആ ബിസിനസ് സ്ഥാപനത്തിന് അത്തരത്തിലുള്ള അരക്ഷിതാവസ്ഥകളെ നേരിടുന്നതിന് ആവശ്യമായിട്ടുള്ള സജ്ജീകരണങ്ങൾ അവരുടെ പ്രവർത്തനത്തിൽ നിർണ്ണയിക്കാൻ അല്ലെങ്കിൽ അവർക്ക് അറേഞ്ച് ചെയ്യാൻ സാധിക്കും. അങ്ങനെ അൺസർട്ടനിറ്റിയുടെ എഫക്റ്റിനെ ഒരു പരിധിവരെ ആർക്ക് കുറയ്ക്കാം? ബിസിനസ് സ്ഥാപനത്തിന് കുറയ്ക്കാൻ സാധിക്കും. ഏതിലൂടെ? പ്ലാനിങ്ങിന്റെ സഹായത്തോടു കൂടി. മൂന്നാമതായിട്ട് പറയുന്നു ഇറ്റ് റെഡ്യൂസ് ഓവർലാപ്പിംഗ് ആൻഡ് വേസ്റ്റ്ഫുൾ ആക്ടിവിറ്റീസ്. ഇറ്റ് ഹെൽപ്സ് ടു റെഡ്യൂസ് ഓവർലാപ്പിംഗ് ആൻഡ് വേസ്റ്റ്ഫുൾ ആക്ടിവിറ്റീസ്. എന്താണ് ഓവർലാപ്പിംഗ്? ഒരാൾ ചെയ്യുന്ന പ്രവൃത്തി തന്നെ അയാൾ ചെയ്യുന്നത് അറിയാതെ വേറൊരാൾ ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഓവർലാപ്പിംഗ് എന്ന് പറയുക. അപ്പൊ അങ്ങനെ ഒരാൾ ചെയ്യുന്ന പ്രവൃത്തി വേറൊരാളും കൂടി ചെയ്യുകയാണെങ്കിൽ, രണ്ടാൾ ചെയ്യുകയാണെങ്കിൽ അതിൽ ഒരാൾ ചെയ്യുന്ന പ്രവൃത്തി എന്താണ്? വേസ്റ്റ് ആണ്. That is, planning helps to avoid overlapping or the wasteful activities by providing clear standards of action. And this standards of action is considered as the base for coordination. പ്ലാനിങ്ങിലൂടെ ഒരു പ്രവർത്തനത്തിന്റെ കൃത്യമായ മാർഗരേഖ, കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകുകയാണ്. ഈ രീതിയിലാണ് ചെയ്യേണ്ടത് എന്ന് പറയുകയാണെങ്കിൽ ഇന്ന വ്യക്തിയാണ് ഇന്ന രീതിയിലാണ് ഈ പ്രവർത്തനം ചെയ്യേണ്ടത് എന്നുള്ള കൃത്യമായ നിർദ്ദേശങ്ങൾ പ്ലാനിങ്ങിലൂടെ നൽകുമ്പോൾ ആ പ്രവൃത്തികൾ ഒന്നിൽ കൂടുതൽ ആൾക്കാർ ഒരേ സമയം ചെയ്യേണ്ടി വരികയില്ല. കാരണം ഇത് വ്യക്തമാണ് ആരാണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടത്, എപ്പോഴാണ് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ പ്ലാനിങ്ങിൽ വളരെ കൃത്യമായി നിർവചിക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ പ്ലാനിലൂടെ നൽകപ്പെടുന്ന
സ്റ്റാൻഡേർഡ് പെർഫോമൻസ്, കോർഡിനേഷനുള്ള ഒരു ബേസ് ആയിട്ട് സ്വീകരിക്കുകയാണ്. ഈ പ്ലാനിങ്ങിലൂടെ നൽകപ്പെടുന്ന സ്റ്റാൻഡേർഡുകളാണ് കോർഡിനേഷൻ പർപ്പസിന് ബേസ് ആയിട്ട് ഉപയോഗിക്കുന്നത്. അതായത് ഈ സ്റ്റാൻഡേർഡുകൾക്കനുസരിച്ചാണ് കോർഡിനേഷൻ നടക്കുന്നത്. പ്രവർത്തനങ്ങളെ ഈ സ്റ്റാൻഡേർഡിലേക്കാണ് കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുവരുന്നത്. Planning helps to reduce overlapping of activities or helps to avoid wasteful activities. Then നാലാമത് പറയുന്നത് planning promote innovative ideas. Planning promote innovative ideas. What do you mean by innovative ideas? Innovative ideas means something new ideas. That is, planning is considered as an intellectual process. It is a thinking process. So the planners will get an opportunity to introduce something new. That means they are trying to introduce new plans without considering the past plans or by resolving the problems of previous plans. അതായത് മുൻകാല പ്ലാനിൽ ഉണ്ടായിരിക്കുന്ന പ്രശ്നങ്ങളെ പരിഹരിച്ചുകൊണ്ട് പുതിയ ആശയങ്ങളും പുതിയ പ്രവർത്തന രീതികളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള നവീനങ്ങളായിട്ടുള്ള പ്ലാനുകളാണ് പ്ലാനേഴ്സ് തയ്യാറാക്കുന്നത്. അവർക്ക് അതിനുള്ള ഒരു അവസരം ലഭിക്കുകയാണ്. ഇന്നോവേറ്റീവ് ഐഡിയാസ് ഉള്ള പ്ലാനേഴ്സിന് അവർക്ക് അത് ആ പ്ലാനിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ട്. അങ്ങനെ ബിസിനസ്സിൽ ഇന്നോവേഷൻസ് നടക്കുകയാണ്. ദാറ്റ് ഈസ് പ്ലാനിംഗ് റിക്വയർ ഹൈ thinking and it is an intellectual process. So there is a scope of finding better ideas and procedure to perform a particular job. ഞാൻ പറഞ്ഞു പ്ലാനിംഗ് എന്ന് പറയുന്നത് ഒരു തിങ്കിങ് പ്രോസസ് ആണ്. അതുകൊണ്ട് തന്നെ പ്ലാനിംഗ് അവസരം നൽകുകയാണ് പ്ലാനേഴ്സിന്. എന്തിനു വേണ്ടി? ടു ഫൈൻഡ് ഔട്ട് എ ബെറ്റർ വേ ടു പെർഫോം എ പർട്ടിക്കുലർ ജോബ്. ഒരു മുൻകാലങ്ങളിൽ ചെയ്തു വരുന്ന പ്രവർത്തികൾ തന്നെയാണ് ആ പ്രവർത്തികൾ നല്ല രീതിയിൽ ചെയ്തു തീർക്കുന്നതിനുള്ള മാർഗങ്ങൾ, പുതിയ മാർഗങ്ങൾ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് പ്ലാനേഴ്സിന് അവസരങ്ങൾ നൽകുകയാണ് ഇത് പ്ലാനിംഗ്. അപ്പൊ സ്ഥാപനത്തിലും അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ ഉണ്ടാവും. പുതിയ കാര്യങ്ങൾ അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടും. പുതിയ രീതിയിൽ കാര്യങ്ങൾ ചെയ്യാനുള്ള ഓരോ പ്രവർത്തികളും ചെയ്യാനുള്ള വഴികൾ ആര് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു? പ്ലാനേഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ഇതാണ് നാലാമതായിട്ട് പറയുന്ന കാര്യങ്ങൾ. അഞ്ചാമത് എന്താണ്? പ്ലാനിംഗ് ഫ്ലെക്സിബിൾ പ്ലാനിംഗ് ഫെസിലിറ്റേറ്റർ ഡിസിഷൻ മേക്കിംഗ്. പ്ലാനിംഗ് ഫെസിലിറ്റേറ്റർ ഡിസിഷൻ മേക്കിംഗ്. പ്ലാനിംഗ് എന്താണ്? തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടി സഹായിക്കുന്നു. പ്ലാനിംഗ് എന്ന് പറയുന്ന പ്രക്രിയയിൽ ദ പ്രോസസ് ഓഫ് പ്ലാനിംഗ് ഈസ് setting up of objectives, identification of setting up of objectives, selection of premises, identification of alternatives, evaluation of alternatives and selecting the best alternative. അതായത് പ്ലാനിംഗ് എന്ന് പറയുന്ന പ്രക്രിയയിൽ ആദ്യം ലക്ഷ്യങ്ങൾ നിർണ്ണയിക്കുന്നു. രണ്ടാമതായിട്ട് ആ ലക്ഷ്യത്തിന് അനുഗുണമായിട്ടുള്ള അവസ്ഥാവിശേഷങ്ങൾ തീരുമാനിക്കുന്നു. മൂന്നാമതായി ആ ലക്ഷ്യം നേടിയെടുക്കേണ്ടുന്ന വഴികൾ ഏതൊക്കെയെന്ന് കണ്ടെത്തുന്നു. ആ വഴികളെ വിശകലനം ചെയ്യുന്നു. അതിലേതെങ്കിലും ഒരു വഴിയെ സെലക്ട് ചെയ്യുന്നു. ദാറ്റ് ഈസ് ഡിസിഷൻ മേക്കിംഗ്. ദാറ്റ് ഈസ് പ്ലാനിംഗ് ഹെൽപ്സ് ടു സെറ്റ് അറ്റൈനബിൾ ഒബ്ജക്റ്റീവ്സ് ആൻഡ് ഐഡന്റിഫൈ ദ ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് ഓർ കോഴ്സ് ഓഫ് ആക്ഷൻ ടു അറ്റൈൻ ഒബ്ജക്റ്റീവ്സ്. ഇറ്റ് ഹെൽപ്സ് ദ റാഷണൽ ഡിസിഷൻ മേക്കിംഗ്. അതായത് ഒരു അറ്റൈനബിൾ ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യുന്നു. ആ അറ്റൈനബിൾ ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്ത് ആ ഒബ്ജക്റ്റീവ് അറ്റൈൻ ചെയ്യുന്നതിനുള്ള ഓൾട്ടർനേറ്റീവ് കോഴ്സ് ഓഫ് ആക്ഷനിൽ നിന്ന് ബെസ്റ്റ് ഓൾട്ടർനേറ്റീവിനെ സെലക്ട് ചെയ്യുന്നു. അങ്ങനെ റാഷണൽ ഡിസിഷൻ മേക്കിംഗ്, അതൊരു പ്രോപ്പർ ഡിസിഷൻ മേക്കിങ്ങിനുള്ള സാഹചര്യം എവിടെ ഉണ്ടാകുന്നു? ഒരു സ്ഥാപനത്തിൽ ഉണ്ടാകുന്നു. ഏതിലൂടെ? പ്ലാനിങ്ങിലൂടെ. അതായത് ഒരു ലക്ഷ്യം, ഉദാഹരണത്തിന് 20% ലാഭം 2021 വർദ്ധിപ്പിക്കണം. അതിന് ഒരുപാട് മാർഗങ്ങളുണ്ട്. ആ ലക്ഷ്യം നേടാൻ ഒരുപാട് മാർഗങ്ങളുണ്ട്. ഒന്നുകിൽ സെയിൽസ് പ്രൈസ് വർദ്ധിപ്പിക്കാം,
അല്ലെങ്കിൽ വേസ്റ്റേജ് കുറയ്ക്കാം, അല്ലെങ്കിൽ പുതിയ മെഷീൻസ് കൊണ്ടുവരാം, അല്ലെങ്കിൽ പുതിയ മാർക്കറ്റ് കണ്ടെത്താം. ഇങ്ങനെ പല മാർഗങ്ങളുണ്ട്. അതിൽ ഈ 4 മാർഗങ്ങളിലൂടെ നമുക്ക് 20% ലാഭം വർദ്ധിപ്പിക്കാം. ഈ 4 മാർഗങ്ങളിൽ ഏത് മാർഗമാണ് ഏറ്റവും ഉചിതം എന്ന് തീരുമാനിക്കപ്പെടുന്നത് പ്ലാനിംഗ് എന്ന് പറയുന്ന പ്രക്രിയയിലുള്ള അനാലിസിസ് ഓഫ് ആൾട്ടർനേറ്റീവ് വേസ് എന്ന് പറയുന്ന പ്രക്രിയയിലൂടെയാണ്. അങ്ങനെ ഏത് വഴിയാണ് ഏറ്റവും ഗുണപരമായിട്ടുള്ളത് അത് തീരുമാനിക്കപ്പെടുന്നു. അതാണ് റാഷണൽ ഡിസിഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് പ്ലാനിംഗ് ഹെൽപ്സ് ടു ടേക്ക് റാഷണൽ ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത്. ഉചിതമായ തീരുമാനങ്ങൾ എടുക്കാൻ പ്ലാനിംഗ് സഹായിക്കുന്നു. അടുത്ത 6ാമത്തെ പ്രാധാന്യം എന്ന് പറയുന്നത് പ്ലാനിംഗ് എസ്റ്റാബ്ലിഷ് സ്റ്റാൻഡേർഡ്സ് ഫോർ കൺട്രോളിംഗ്. പ്ലാനിംഗ് എസ്റ്റാബ്ലിഷ് സ്റ്റാൻഡേർഡ്സ് ഫോർ കൺട്രോളിംഗ്. പ്ലാനിംഗ് നിയന്ത്രണത്തിന് ആവശ്യമായിട്ടുള്ള സ്റ്റാൻഡേർഡുകളെ നിശ്ചയിക്കുന്നു. അതായത് പ്ലാനിങ്ങും കൺട്രോളിങ്ങും ഒരു ഇരട്ട സഹോദരങ്ങളാണ് എന്ന് നമുക്ക് പറയാം. പ്ലാനിംഗ് ഇല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഉണ്ടാവില്ല, സ്റ്റാൻഡേർഡ് ഇല്ലെങ്കിൽ കൺട്രോളിംഗ് ഉണ്ടാവില്ല. കൺട്രോളിങ്ങിലൂടെയാണ് പ്ലാനിങ്ങിന്റെ ബുദ്ധിമുട്ടുകൾ, പ്ലാനിങ്ങിന്റെ പ്രശ്നങ്ങൾ മനസ്സിലാവുക. അങ്ങനെയാണ് പുതിയ പ്ലാൻ ഉണ്ടാക്കാൻ സാധിക്കുക. അപ്പൊ പ്ലാനിംഗ് പ്രൊവൈഡ്സ് സ്റ്റാൻഡേർഡ് പെർഫോമൻസ് and this standard is used to compare the actual performance to find out the deviation. പ്ലാനിങ്ങിലൂടെയാണ് സ്റ്റാൻഡേർഡുകൾ നൽകുന്നത്. ഈ സ്റ്റാൻഡേർഡുകളാണ് കൺട്രോളിംഗ് പ്രക്രിയയിൽ ആക്ച്വലുമായിട്ട് കമ്പയർ ചെയ്യുന്നത്, അല്ലെങ്കിൽ ആക്ച്വലിനെ സ്റ്റാൻഡേർഡുമായിട്ട് കമ്പയർ ചെയ്യുന്നു. അങ്ങനെ ആക്ച്വൽ പെർഫോമൻസിനെ സ്റ്റാൻഡേർഡുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ആക്ച്വൽ പെർഫോമൻസിന് എന്തെങ്കിലും വ്യത്യാസമുണ്ടെങ്കിൽ അത് തിരുത്തി പുതിയ പ്ലാന് നെക്സ്റ്റ് ടൈമിൽ ഉണ്ടാകും. അതുകൊണ്ടാണ് പറയുന്നത് പ്ലാനിംഗ് എന്ന് പറയുന്നത് ട്വിൻ ബ്രദേഴ്സ്, പ്ലാനിങ്ങും കൺട്രോളിങ്ങും ട്വിൻ ബ്രദേഴ്സ് ആണ്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാല് പ്ലാനിങ്ങില് ഒരു തൊഴിലാളിയുടെ സ്റ്റാൻഡേർഡ് പെർഫോമൻസ് 20 യൂണിറ്റ് ആണ് എന്ന് നിശ്ചയിക്കുന്നു. അപ്പോ ആ തൊഴിലാളി ഒരു ദിവസത്തെ പ്രവർത്തനം 20 യൂണിറ്റ് പ്രവർത്തിച്ചു കഴിഞ്ഞു, അല്ലെങ്കിൽ അയാൾ പ്രൊഡ്യൂസ് ചെയ്തു, ഒരു ക്വാണ്ടിറ്റി അയാൾ പ്രൊഡ്യൂസ് ചെയ്തു. അപ്പോ ആക്ച്വൽ കിട്ടി. അത്രയാണ്. ഉദാഹരണത്തിന് അയാൾ 18 യൂണിറ്റ് ആണ് പ്രൊഡ്യൂസ് ചെയ്തത്. അപ്പൊ ആക്ച്വൽ 18 ആണ്. അപ്പോ അയാളുടെ പ്രവർത്തനത്തെ വിലയിരുത്തണം. എന്താണ് അയാൾക്ക് സാഹചര്യം, അയാളുടെ പ്രവർത്തനത്തെ സാഹചര്യം എന്താണ്, നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചിരുന്നോ അല്ലെങ്കിൽ മോശമാണോ എന്നൊക്കെ വിലയിരുത്തണം. അപ്പൊ വിലയിരുത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന എന്താണ്, അയാളോട് ഉൽപ്പാദിപ്പിക്കാൻ പറഞ്ഞിരിക്കുന്നത് എത്രയാണ്, സ്റ്റാൻഡേർഡ് പെർഫോമൻസ് എത്രയാണ്, 20 യൂണിറ്റ്. അയാൾ ഉൽപ്പാദിപ്പിച്ചത് എത്രയാണ്, 18 യൂണിറ്റ്. അപ്പോ സ്റ്റാൻഡേർഡ് ഉണ്ട്, ആക്ച്വൽ ഉണ്ട്. ഈ ആക്ച്വലിനെ സ്റ്റാൻഡേർഡുമായിട്ട് കമ്പയർ ചെയ്യുന്നു, 18ഉം 20ഉം. അപ്പൊ 2 യൂണിറ്റ് കുറവാണ്. അപ്പൊ കൺട്രോളിംഗ് അവിടെ വന്നു. എന്താ കാരണം, എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു? ഒരുപാട് കാരണങ്ങൾ ഉണ്ടാവാം. ആ കാരണങ്ങളൊക്കെ റെക്ടിഫൈ ചെയ്ത് ഇനി ഇങ്ങനെയുള്ള ഒരു ഡീവിയേഷൻ ഇല്ലാതെ പുതിയ പ്ലാൻ ഉണ്ടാക്കുക എന്ന് പറയുന്നത് കൺട്രോളിംഗ് നൽകുന്ന ഇൻഫർമേഷൻ അടിസ്ഥാനത്തിൽ, കൺട്രോളിങ്ങിലൂടെ ലഭിക്കുന്ന ഇൻഫർമേഷൻ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ടാണ് പ്ലാനിങ്ങും കൺട്രോളിങ്ങും വളരെ അടുത്ത ബന്ധമുള്ള ഫങ്ഷൻസ് ആണെന്ന് പറയാൻ കാരണം. ഇനി 7ാമത്തെ പ്രാധാന്യം എന്ന് പറയുന്നത് പ്ലാനിംഗ് ഇംപ്രൂവ് എഫിഷ്യൻസി. പ്ലാനിംഗ് ഒരു സ്ഥാപനത്തിന്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നു. That is, predetermination of actions and systematic working leads to economic and efficient operation. അതായത് പ്രീഡിറ്റർമിനേഷൻ ഓഫ് ആക്ഷൻസ്, ഒരാള് എന്ത് ചെയ്യണമെന്ന് മുൻകൂർ തീരുമാനിക്കുക. എങ്ങനെ ചെയ്യണം, എന്ത് ചെയ്യണം, ഏത് വഴിയിൽ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ മുൻകൂർ തീരുമാനിക്കുന്നു. പ്രീഡിറ്റർമിനേഷൻ ഓഫ് ആക്ഷൻസ് ആൻഡ് സിസ്റ്റമാറ്റിക് വർക്കിംഗ്. ആ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തില് പ്ലാനിന്റെ അടിസ്ഥാനത്തില് എല്ലാവരും കൃത്യമായി വർക്ക് ചെയ്യുന്നു. That leads to economic and efficient operation. അതായത് വേസ്റ്റ് ഒന്നുമില്ലാതെ സ്ഥാപനത്തിന്റെ വിഭവങ്ങൾക്ക് അനുസൃതമായിക്കൊണ്ട് ഉള്ള പ്രവർത്തനം അവിടെ കാഴ്ചവെക്കാൻ സാധിക്കുന്നു. അതിലൂടെ സ്ഥാപനത്തിന്റെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ സാധ്യമാകുന്നു. ഇത്രയുമാണ് പ്ലാനിങ്ങിന്റെ ഇമ്പോർട്ടൻസ് പ്രാധാന്യമായിട്ട് പറയുന്നത്. മനസ്സിലാക്കുക,
പ്ലാനിംഗ് ഇല്ലെങ്കിൽ, without the plan, all efforts are become waste and the organization cannot attain its objectives as desired. പ്ലാൻ ഇല്ലെങ്കിൽ എല്ലാ പ്രവർത്തനങ്ങളും വേസ്റ്റായി മാറുന്നു, അതായത് നഷ്ടത്തിലേക്ക് അല്ലെങ്കിൽ ഉപയോഗമില്ലാതെയായി പോകുന്നു, അല്ലെങ്കിൽ സ്ഥാപനത്തിലെ ലക്ഷ്യം ഉദ്ദേശിച്ച രീതിയിൽ നേടിയെടുക്കപ്പെടാത്ത ഒരു സാഹചര്യം ഉണ്ടാകും. കൃത്യമായ ലക്ഷ്യം നിർണയിക്കപ്പെടുന്നത് പ്ലാനിലൂടെയാണ്. അതാണ് ആ സ്ഥാപനത്തെ മുന്നോട്ട് നയിക്കുന്നത്. The next topic, features of plan or characteristics of plan. പ്ലാനിന്റെ ഫീച്ചേഴ്സ് എന്താണ്, അല്ലെങ്കിൽ പ്ലാനിങ്ങിന്റെ ഫീച്ചേഴ്സ് എന്താണ്, അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്, സ്വഭാവം. ഫസ്റ്റ് വൺ ഈസ് പ്ലാനിംഗ് ഫോക്കസ് ഓൺ achieving objectives. That is, planning focus on achieving objectives, that is goal oriented. Planning is goal oriented. Planning seeks to achieve some objectives and all plans are linked with the goal of the organization. That is, the plan of the organization is to seek to achieve the objectives and all plans, main plan is there and these main plans divided into number of sub plans. All plans are linked to the attainment of organizational goal or objectives. അതായത് പ്ലാനിങ് എന്ന് പറയുന്നത് ഏതുമായി ബന്ധപ്പെട്ടതാണ്? ലക്ഷ്യം നേടുന്നതുമായി ബന്ധപ്പെട്ടതാണ്. ലക്ഷ്യമില്ലെങ്കിൽ പ്ലാനിന്റെ ആവശ്യമില്ല. A+ നേടണം എന്ന് ആഗ്രഹമുള്ള കുട്ടിക്ക് മാത്രമേ ആ A+ നേടുന്നതിന് ആവശ്യമായിട്ടുള്ള പഠന ക്രമീകരണത്തിന്റെ പ്ലാനിങ് ആവശ്യമുള്ളൂ. Then second one is that it is a primary function. I told you that planning is a primary function. ആദ്യം പറയുന്ന ടോപ്പിക് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, പ്ലാനിംഗ് എന്താണ്? പ്രൈമറി ഫംഗ്ഷൻ ആണ്. ഇറ്റ് ഈസ് ദ ബേസിക് ഫംഗ്ഷൻ ഓർ ഇറ്റ് ഈസ് ദ പ്രൈമറി ഫംഗ്ഷൻ ഓഫ് ദ മാനേജ്മെന്റ്. മാനേജ്മെന്റിന്റെ ഒന്നാമത്തെ ഫംഗ്ഷൻ ആണ്, മാനേജ്മെന്റിന്റെ പ്രൈമറി ഫംഗ്ഷൻ ആണ് ഇത് പ്ലാനിംഗ് എന്ന് പറയുന്നത്. ബാക്കി എല്ലാ ഫംഗ്ഷൻസും ഏതിനെ ആശ്രയിച്ചാണ്? ഈ പ്ലാനിങ്ങിനെ ആശ്രയിച്ചാണ്. കാരണം പ്ലാനിങ്ങിൽ ആദ്യമായി ചെയ്യുന്നത് സെറ്റിംഗ് അപ്പ് ഓഫ് ഒബ്ജക്റ്റീവ്സ് ആണ്. ലക്ഷ്യം നിർണയിക്കലാണ് ആദ്യമായി ചെയ്യുന്ന പ്രവൃത്തി. ഈ ലക്ഷ്യത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ടാണ് എല്ലാ പ്രവർത്തനങ്ങളും ഉണ്ടാകുക. അതുകൊണ്ടാണ് പ്ലാനിംഗ് ഇസ് ദ പ്രൈമറി ഫംഗ്ഷൻ ഓർ ഇറ്റ് ഈസ് ദ ബേസിക് ഫംഗ്ഷൻ ഓഫ് മാനേജ്മെന്റ് എന്ന് നമ്മൾ പറയുന്നത്. മൂന്നാമത് പറയുന്നത് എന്താണ്? പ്ലാനിംഗ് ഈസ് എ പെർവാസീവ് ഫംഗ്ഷൻ. ദാറ്റ് ഈസ് പ്ലാനിംഗ് ഈസ് റിക്വയർഡ് ഇൻ ഓൾ ലെവൽസ് ഓഫ് ദ ഓർഗനൈസേഷൻ. ബട്ട് the scope of plan depends on the type of activity or the scope of activity performed by each level. എല്ലാ ലെവലിലും എന്തിന്റെ ആവശ്യമുണ്ട്? പ്ലാനിന്റെ ആവശ്യമുണ്ട്. ടോപ്പ് ലെവലിൽ ഉണ്ടാവും, മിഡിൽ ലെവലിൽ, ലോവർ ലെവലിൽ, എല്ലാ ലെവലുകളിലും എല്ലാ സെക്ഷനുകളിലും നമുക്ക് പ്ലാൻ ആവശ്യമാണ്. പക്ഷെ ആ പ്ലാനിന്റെ ഒക്കെ പ്രാധാന്യം അല്ലെങ്കിൽ അതിന്റെ തരം, അതിന്റെ സ്വഭാവം ആ ഏത് മേഖലയിലാണോ പ്ലാനിംഗ് നടക്കുന്നത് ആ മേഖലയുടെ പ്രവർത്തനത്തിന്റെ സ്വഭാവത്തിനെ ആശ്രയിച്ചിരിക്കുന്നു. ചിലപ്പോ വൺ ഡേ പ്ലാൻ ഉണ്ടാവും, ലോവർ ലെവലിനൊക്കെ ആണെങ്കിൽ വൺ ഡേ പ്ലാൻ ഉണ്ടാവുക, അല്ലെങ്കിൽ അവർലി പ്ലാൻസ് ഉണ്ടാവുക. ടോപ്പ് ലെവലിലാണെങ്കിൽ അത് ഇയർലി പ്ലാൻസ് ഉണ്ടാവാം. അങ്ങനെ ഓരോ തലങ്ങൾക്കനുസരിച്ച് പ്ലാനിങ്ങിന്റെ സ്കോപ്പ്, അതിന്റെ നേച്ചറിലൊക്കെ വ്യത്യാസം ഉണ്ടാകാം. പക്ഷെ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? പ്ലാനിംഗ് ഈസ് പെർവാസീവ്. It is required in all levels. Then planning is a continuous activity or planning is continuous. Planning എന്ന് പറയുന്നത് തുടർച്ചയുള്ള പ്രവർത്തനമാണ്. It is a never ending process. That is, plans are mainly prepared for a particular period, like 1 month, 6 months, 1 year, etc. At the end of the period, there is a need for a new plan to be drawn on the basis of new requirements and conditions.
അതായത് സാധാരണ രീതിയിൽ പ്ലാനുകൾ തയ്യാറാക്കുന്നത് എപ്പോഴത്തേക്കാണ്? ഏതെങ്കിലും ഒരു നിശ്ചിത പീരീഡിലേക്കായിരിക്കും. 1 മാസത്തേക്കോ 6 മാസത്തേക്കോ അങ്ങനെ ഏതെങ്കിലും ഒരു കാലയളവ് നിശ്ചയിച്ചുകൊണ്ടാണ് പ്ലാൻ തയ്യാറാക്കുക. ആ കാലയളവിന് ശേഷം പുതിയ സാഹചര്യത്തിനനുസരിച്ച്, പുതിയ ആവശ്യകതയ്ക്കനുസരിച്ച് പുതിയ പ്ലാനുകൾ ഉണ്ടാക്കേണ്ടി വരും. ഒരു സ്ഥാപനത്തിന്റെ ലൈഫ് മുഴുവനായിട്ട് ഒരു പ്ലാൻ ഉണ്ടാകുന്നില്ല. അത് 1 ഇയർ പ്ലാൻ ആയിരിക്കാം. അപ്പൊ 1 ഇയർ കഴിഞ്ഞിട്ടാകുമ്പോൾ സാഹചര്യം മാറുന്നു, കണ്ടീഷൻസ് മാറുന്നു, ലക്ഷ്യം മാറുന്നു. അങ്ങനെയാണെങ്കിൽ പുതിയ പ്ലാൻ ആ 1 ഇയർ കഴിഞ്ഞിട്ടാകുമ്പോൾ ഉണ്ടാക്കേണ്ടി വരും. അതാണ് പറയുന്നത് പ്ലാനിങ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്, ഇറ്റ് ഈസ് എ നെവർ എൻഡിങ് പ്രോസസ്. ഒരിക്കലും അത് അവസാനിക്കുന്നില്ല. ഒരു വർഷം 20% ലാഭം നേടണം, ആ വർഷത്തേക്ക് ഒരു പ്ലാൻ ഉണ്ടാക്കുന്നു, ആ വർഷാവസാനത്തോടു കൂടി വിലയിരുത്തപ്പെടുന്നു. ആ ലാഭം നേടിയെങ്കിൽ അടുത്ത വർഷം അത് 30% ലാഭത്തിലേക്കായിരിക്കും. അങ്ങനെയാണെങ്കിൽ അടുത്ത വർഷത്തേക്ക് 30% ലാഭം നേടുന്നതിന് ആവശ്യമായിട്ടുള്ള പ്ലാനുകളാണ് തയ്യാറാക്കേണ്ടി വരിക. അപ്പൊ മനസ്സിലാക്കുക, ഒരു പ്ലാനിന് ഒരു ലക്ഷ്യം ഉണ്ടാവും. ആ ലക്ഷ്യം നേടിക്കഴിഞ്ഞാൽ വീണ്ടും ഒരു പ്ലാൻ തയ്യാറാക്കേണ്ടതായിട്ട് ഉണ്ടാകും. ഓൺ ദ ബേസിസ് ഓഫ് ദ റിക്വയർമെന്റ്സ് or the prevailing condition. Then next, fifth character is that it is a futuristic function. Plans are not for the past, it is for the future or it is for tomorrows. ഇന്നലകൾക്ക് വേണ്ടിയല്ല പ്ലാൻ, നാളെകൾക്ക് വേണ്ടിയാണ് പ്ലാൻ എന്നാ പറയുന്നത്. Plans are made or prepared on the basis of the post-mortem of past activities. And it is for the future. കഴിഞ്ഞ കാലങ്ങളിലുള്ള പ്രവൃത്തികളുടെ പോസ്റ്റ്മോർട്ടം, അതിന്റെ വിശകലനം നടത്തി അതിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നാളുകൾക്ക് വേണ്ടിയാണ് ഇത് തയ്യാറാക്കുന്നത്, പ്ലാനുകൾ തയ്യാറാക്കുന്നത്. പ്ലാനിങ് is for or plans are for the future. So it is a futuristic function. Then next one is that it is a mental exercise or it is an intellectual process. മെന്റൽ എക്സസൈസ് ആണ്, ബുദ്ധിപരമായിട്ടുള്ള പ്രവർത്തനമാണ് ഇത് പ്ലാനിങ്. ഞാൻ ആദ്യത്തെ ഡെഫിനിഷനിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്താണ് പ്ലാനിങ്? മീൻസ് തിങ്കിങ് ബിഫോർ ഡൂയിങ് എന്ന്, ഓർ ഡിസൈഡ് ഇൻ അഡ്വാൻസ് എന്ന്. ഇതൊക്കെ തീരുമാനങ്ങളാണ്, പ്രാവർത്തികമാക്കപ്പെടുന്നതല്ല, പ്രാവർത്തികമായതിനു ശേഷമല്ല. അതായത് ഒരു ആശയം, ഒരു രൂപരേഖ ഉണ്ടാകുന്നത് ആദ്യം മനുഷ്യന്റെ മനസ്സിലാണ്, അല്ലെങ്കിൽ ബുദ്ധിതലങ്ങളിലാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് ഇറ്റ് ഈസ് ആൻ ഇന്റലക്ച്വൽ പ്രോസസ്, ഇറ്റ് ഈസ് എ മെന്റൽ എക്സസൈസ്. പ്ലാനിംഗ് ഈസ് എ മെന്റൽ എക്സസൈസ് ഇൻവോൾവിംഗ് ക്രിയേറ്റീവ് തിങ്കിങ്, ഇമാജിനേഷൻ എക്സെട്ര. ഇറ്റ് ഈസ് നോട്ട് എ ഗസ് വർക്ക്. ഇതൊരു ഗസ് വർക്ക് അല്ല, ഏകദേശം കണക്കാക്കി പറയുന്നതല്ല. അതായത് ക്രിയേറ്റീവ് തിങ്കിങ്ങിലൂടെ, ഇമാജിനേഷനിലൂടെ, അതായത് മുൻകൂട്ടി കാര്യങ്ങളൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ട് തയ്യാറാക്കപ്പെടുന്നതാണ് ഇത് പ്ലാനിംഗ് എന്ന് പറയുന്നത്. Then next character is it involves decision making. It involves decision making. Importance നമ്മൾ ആ പോയിന്റ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയാണ് ഇമ്പോർട്ടന്റ് പറയുന്നത്? പ്ലാനിംഗ് ഫെസിലിറ്റേറ്റ് ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നുണ്ട്. ഇവിടെയും ഒരു ക്യാരക്ടറിൽ പറയുന്നു ഇറ്റ് ഇൻവോൾവ്സ് ഡിസിഷൻ മേക്കിംഗ്. ദാറ്റ് ഈസ് ഇഫ് ദർ ആർ in case of planning or in the process of planning, firstly set an objective, then identify the various alternative course of action for the attainment of this objective. If there are various alternatives to achieve the objective, then we have to select the best one way after proper analysis. That means decision making. ഞാൻ നേരത്തെ പറഞ്ഞു, പ്ലാനിംഗ് എന്ന് പറയുന്ന പ്രക്രിയയിൽ ആദ്യമായി ചെയ്യുന്നത് എന്താണ്? സെറ്റിംഗ് അപ്പ് ഓഫ് ഒബ്ജക്റ്റീവ് ആണ്, ലക്ഷ്യനിർണയമാണ്. ആ ലക്ഷ്യം അറ്റൈനബിൾ ആയിട്ടുള്ള, ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള ലക്ഷ്യം നിർണയിച്ചു കഴിഞ്ഞാൽ, നേടിയെടുക്കപ്പെടാൻ സാധിക്കുന്ന, നമുക്ക് തിട്ടപ്പെടുത്താൻ സാധിക്കുന്ന ലക്ഷ്യം നിർണയിച്ചു കഴിഞ്ഞാൽ പിന്നീട് നടക്കുന്ന പ്രക്രിയ എന്ന് പറയുന്നത് ആ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള മാർഗങ്ങൾ കണ്ടെത്തുക എന്നുള്ളതാണ്. ഒരുപാട് മാർഗങ്ങൾ ഉണ്ടാവും. നേരത്തെ ഞാൻ ഒരു ലാഭത്തിന്റെ കണക്കും അതിൽ എത്തിച്ചേരാനുള്ള മാർഗങ്ങളും ഞാൻ പറഞ്ഞു.
ഈ മാർഗങ്ങളെ വിലയിരുത്തപ്പെടണം പല കാരണങ്ങളുടെ അടിസ്ഥാനത്തിൽ. ആ മാർഗങ്ങളെ വിലയിരുത്തുകയും അതിൽ നിന്ന് ഏറ്റവും നല്ല ഒരു മാർഗത്തെ, നല്ല ഒരു വഴിയെ സെലക്ട് ചെയ്യുകയും ചെയ്യണം. ആ വഴിയെ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് ഡിസിഷൻ മേക്കിംഗ് അല്ലെങ്കിൽ റാഷണൽ ഡിസിഷൻ മേക്കിംഗ് നമ്മൾ നേരത്തെ പറഞ്ഞത്. അതാണ് ഉചിതമായ ഒരു തീരുമാനം. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൂട്ടം വഴികളിൽ നിന്ന് ഒരു വഴിയെ തിരഞ്ഞെടുക്കുക, അതാണ് തീരുമാനം. അങ്ങനെ തീരുമാനങ്ങൾ എടുക്കുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു ഫംഗ്ഷനാണ് ഇത് പ്ലാനിംഗ് എന്ന് പറയുന്നത്. ഇപ്പൊ പ്ലാനിങ്ങിന്റെ ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ ഫീച്ചേഴ്സ് ആയിട്ട് എന്തൊക്കെ പറയുന്നു? പ്ലാനിംഗ് ഫോക്കസ് ഓൺ ഒബ്ജക്റ്റീവ്സ്, ദാറ്റ് ഈസ് ഇറ്റ് ഈസ് ഗോൾ ഓറിയന്റഡ്, ലക്ഷ്യോന്മുഖമാണ് പ്ലാനിംഗ് എന്ന് പറയുന്നത്. ദെൻ പ്ലാനിംഗ് ഈസ് എ ഫ്യൂച്ചറിസ്റ്റിക് വൺ. പ്ലാനിംഗ് ഈസ് എ പ്രൈമറി ഫംഗ്ഷൻ. പ്ലാനിംഗ് ഈസ് എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ. Planning is a mental exercise. Then it involves decision making. അങ്ങനെ പ്ലാനിങ്ങിന്റെ ക്യാരക്ടേഴ്സും പ്ലാനിങ്ങിന്റെ ഇമ്പോർട്ടൻസുമാണ് നമ്മളിപ്പോ ഡിസ്കസ് ചെയ്തിട്ട് ഉള്ളത്. ഓക്കെ.